പാതയോരങ്ങൾ കയ്യേറി ഫ്ലെക്സ് വയ്ക്കാൻ പാടില്ല എന്ന ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങളിലുള്ള ഒരുത്തനും ഓർമ്മയില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫ്ലെക്സ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഏതെങ്കിലും ജീവനക്കാർ കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ ആ സ്പോട്ടിൽ വികാരം പൊട്ടി ഉണരുന്ന മാപ്രകൾ കഴിഞ്ഞ 2 ദിവസം കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തെരുവോരങ്ങൾ നിറച്ച് അണികൾ നേതാക്കന്മാരുടെ ഫ്ലെക്സ് കെട്ടിയ സന്ദർഭത്തിൽ എവിടെ പോയി ഇവരുടെ വികാരം? നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? അണികൾ നേതാക്കന്മാർക്ക് വേണ്ടി മുക്കിന് ഫ്ലെക്സ് വച്ച സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് നഗരത്തിൽ ഫ്ലെക്സ് വെച്ചു എന്ന വാർത്ത കൊടുത്തോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇതാണ് പറയുന്നത്. ചിലർ ചെയ്താൽ മാധ്യമങ്ങൾക്ക് ശരിയാകും, ചിലർ ചെയ്താലേ പ്രശ്നമുള്ളൂ. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമം കോൺഗ്രസ്സുകാർക്കൊരു പ്രശ്നമല്ല. അവരെ സംബന്ധിക്കുന്നിടത്തോളം പാതയോരങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി ഫ്ലെക്സ് വയ്ക്കാം. കാര്യം ഹൈക്കോടതിക്ക് മുകളിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഇതിനെ സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് വിവാദം സൃഷ്ടിക്കാതെ അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നിശബ്ദമായിരുന്ന് ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തി നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. തലസ്ഥാനത്ത് പലയിടങ്ങളിലും നേതാക്കന്മാരുടെ ഫ്ലെക്സുകൾ പൊതുനിരത്തുകളിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച് പാലഭിഷേകം ഉൾപ്പെടെയുള്ളവ നടത്തുന്നത് എല്ലാവരും കണ്ടതാണ്. നേരത്തെ ഇത്തരം ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും കണ്ട് ഹൈക്കോടതി ജഡ്ജിമാർ സ്വന്തം നിലയ്ക്ക് രോഷാകുലരായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അതിന്റെ പേരിൽ കേസെടുപ്പിച്ചതും നമ്മൾ വാർത്തകൾ വായിച്ചതാണ്. പക്ഷേ കോൺഗ്രസ് വന്നു, ഇതെല്ലാം നിന്നു. അതെന്താണ്? കോൺഗ്രസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ നിയമം ലംഘിക്കാൻ അവർക്ക് പ്രത്യേക അവകാശമുണ്ട്, അവർക്ക് ഇതൊക്കെ ചെയ്യാം, ആരും അവരോട് ചോദിക്കില്ല, അത് വാർത്തയാകില്ല. ഇമാതിരി ഇരട്ടത്താപ്പാണ് ജനം തിരിച്ചറിയേണ്ടത്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടും റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടും നേതാക്കന്മാരുടെ പ്ലക്കാർഡുകൾ ഏന്തി ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ മുഖ്യമന്ത്രിയായി വേണമേ എന്ന രീതിയിൽ അവർ പ്രതിഷേധ സമരങ്ങൾ അകാരണമായി സംഘടിപ്പിച്ചു. അതിന്റെ പേരിൽ ജനം റോഡുകളിൽ വലയുന്ന സാഹചര്യവും ഉണ്ടായി. പക്ഷേ ആ ദുരിതങ്ങളും ആ വിഷമങ്ങളും നമ്മുടെ നാട്ടിൽ വാർത്തയല്ലാതായി മാറി. വാർത്തകൾ എങ്ങനെയാണ് ചിലർക്കെതിരെ കൃത്യമായിട്ട് സൃഷ്ടിക്കപ്പെടുന്നതും ചിലർക്ക് വേണ്ടി മുക്കുന്നതെന്നും നാട്ടുകാർ ഒന്ന് നോക്കി മനസ്സിലാക്കി വെച്ചേക്കണം. ഇപ്പോ ഈ ഫ്ലെക്സുകളെല്ലാം ഉണ്ടായ സന്ദർഭത്തിൽ നേരത്തെ CPM-ന്റെ പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് ഫ്ലെക്സ് വെച്ചതിന് പിഴ ഒടുക്കേണ്ടി വന്ന സാഹചര്യം പോലുമുണ്ട്. പക്ഷേ ഇപ്പോൾ തലസ്ഥാനത്ത് എവിടെയും ഫ്ലെക്സ് വെച്ചിരുന്നതിനെതിരെ ഒരു ചെറുവിരൽ തിരുവനന്തപുരം നഗരസഭ പോലും കൈക്കൊള്ളാതിരിക്കുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കേരളത്തിൽ കോൺഗ്രസ് മാധ്യമ കൂട്ടുകച്ചവടം ഏതൊക്കെ നിലയിലാണെന്നും അവർക്ക് വേണ്ടി നിയമലംഘനങ്ങൾ നടത്തിയാൽ പോലും അതൊന്നും വാർത്തയാക്കാതെ മുക്കുന്ന പരിപാടി വച്ച് നടത്തപ്പെടുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്.